പാതിവില സ്കൂട്ടർ തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണൻ പണം നൽകിയവരെ മാത്രമല്ല വാഹന ഡീലർമാരെയും കബളിപ്പിച്ചു. കമ്പനികൾക്കും വാഹന ഡീലർമാർക്കുമായി ഇയാൾ നൽകാനുള്ളത് 30 കോടിയോളം രൂപയാണ്. പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മുഖ്യപ്രതി അനന്തകൃഷ്ണൻ വാഹന ഡീലർമാർക്ക് ഉൾപ്പെടെ നൽകാനുള്ളത് കോടികളാണ്. ലാപ്ടോപ്പും തയ്യൽ മെഷീനും നൽകിയ കമ്പനികൾക്ക് നൽകാനുള്ളത് കൂടി ചേർത്താൽ 30 കോടി രൂപയോളമാകും. ഇക്കാര്യം പ്രതി തന്നെ പോലീസിനോട് സമ്മതിച്ചു. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതോടെ ഡീലർമാർക്കുള്ള പണവിതരണം മുടങ്ങിയെന്നാണ് അനന്തുവിന്റെ വാദം. സ്കൂട്ടറുകളും ലാപ്ടോപ്പുകളും പതിവായി വാങ്ങിയ ബന്ധം ഉപയോഗിച്ച് വായ്പയായും ഡിസ്കൗണ്ട് നിരക്കിലും ഡീലർമാരിൽ നിന്നും കമ്പനികളിൽ നിന്നും സാധനങ്ങൾ വാങ്ങി. പണം കിട്ടാതെ വന്നതോടെ ഡീലർമാർ കേസ് നൽകി. ഒരു കമ്പനിയിൽ നിന്നും അനന്തുവിന്റെ സ്ഥാപനത്തിലേക്ക് CSR ഫണ്ട് ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ഇതോടെ തട്ടിപ്പ് നടന്നത് മണി ചെയിൻ മാതൃകയിലാണെന്നും സൂചനയുണ്ട്. NGO കോൺഫെഡറേഷന്റെ ബൈലോയിൽ മാറ്റം വരുത്തി വകമാറ്റി ചെലവഴിച്ച പണമാണ് അനന്തകുമാറും ലാലി വിൻസെന്റ് ഉൾപ്പെടെയുള്ളവർക്ക് കൈമാറിയത്. കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതിയാണെന്ന് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു. BJP നേതാക്കളുടെ സഹായത്തോടെ കേന്ദ്രമന്ത്രി ശോഭ കരന്തലജയെ ഉൾപ്പെടെ ആദ്യത്തെ സ്കൂട്ടർ വിതരണ ചടങ്ങിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. NGO കോൺഫെഡറേഷന്റെ കൂട്ടായ്മയുടെ കോർഡിനേറ്റർ എന്ന പേരിലാണ് അനന്തകൃഷ്ണൻ ഈ തട്ടിപ്പുകളെല്ലാം നടത്തിയത്. കൈരളി ന്യൂസ്, കൊച്ചി.